ഈ ക്രിസ്മസിന് 4 സിനിമകളാണ് റിലീസായത്. ഏതൊക്കെയാണെന്നറിയാലോ? നമ്മുടെ ലാലേട്ടന്റെ നേര്, രണ്ടാം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശാന്ത് നീൽ ഹൊമ്പാലെ ഫിലിം സലാർ, പിന്നെ നമ്മുടെ കിങ് ഖാൻ ഷാരൂഖ് ഖാന്റെ ഡങ്കി, പിന്നെ 4ാം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വാമാൻ. അതിനകത്ത് ഈ അക്വാമാനെ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഉള്ള കളി എന്ന് പറഞ്ഞാൽ ഈ 3 സിനിമകൾ തമ്മിലാണ്. അപ്പോൾ ഡങ്കിയുടെ കാര്യം പറയുവാണെങ്കിൽ എന്താ പറയുക, ഒരു സമ്മിശ്ര ഫലമാണ് സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ക്രിസ്മസ് വിന്നർ ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ് നമ്മുടെ ലാലേട്ടന്റെ നേര് തന്നെയാണ്. സലാറും ഒട്ടും മോശമല്ല, കൂടെ തന്നെ കാട്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, നേരാണ് നമ്മുടെ ക്രിസ്മസ് വിന്നറായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, നമ്മളെ പ്രേക്ഷകർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിലെ ബുക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാര്യം കൊടൂരം ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു തിയേറ്ററിന്റെ സ്റ്റാറ്റസ്, അതായത് അവരുടെ ഒഫീഷ്യൽ പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് മിക്കതും ഹൗസ്ഫുൾ ഷോസ് ആയിട്ടാണ് സിനിമ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ശനിയാഴ്ച ഇനി വേറെ ഏതെങ്കിലും ഷോ ഉണ്ടോ. അതുപോലെ തന്നെ നാളെ ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ചത്തെ നമ്മുടെ നേര് സിനിമയുടെ ബുക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. അപ്പൊ നമുക്ക് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ നേര് സിനിമ തൃശ്ശൂർ രാഗം. യെസ്, അപ്പോൾ ഞാൻ ലൊക്കേഷൻ തൃശ്ശൂർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ താഴേക്ക് പോവാം. എന്നിട്ട് നമുക്ക് നേരിന്റെ റേറ്റിംഗ് ഉണ്ടോ 9.1 ഔട്ട് ഓഫ് 10 ആണ്. 12K വോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ വലിയ വിശ്വാസമൊന്നും കൊടുക്കേണ്ട, അറിയില്ല. ബുക്ക് മൈ ഷോ ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു ട്രസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. യെസ്, അങ്ങനെ നമ്മുടെ നേര് സിനിമ വന്നിരിക്കുകയാണ്. അപ്പം ഇനിയും സിനിമ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോക്കിയോ, 2 മണിക്കൂർ 32 മിനിറ്റ് ആണ് സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ബുക്കിംഗ് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ ബുക്കിംഗ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഞെട്ടും, ഉറപ്പായിട്ടും ഞെട്ടും. അപ്പോഴേ ആദ്യം തന്നെ നമ്മൾ തൃശ്ശൂർ രാഗം തിയേറ്ററാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇന്ന് ശനിയാഴ്ച 23-ാം തീയതിയാണ്. ഈ ഒരു ഷോ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം സമയം 7 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷോ നോക്കുന്ന സമയത്ത് ഹൗസ്ഫുള്ളായി പോയി കഴിഞ്ഞുണ്ടോ. 9:30 ഷോ ഹൗസ്ഫുള്ള്, ഒരൊറ്റ ടിക്കറ്റ് പോലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം സൺഡേ 24-ാം തീയതി എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം നോക്കാം. 24-ാം തീയതി 1, 2, 3, 4, 5 ഷോ ആണ് വരുന്നത്. 5 ഷോയും കളർ ഉണ്ടല്ലോ, ഓറഞ്ച് കളറാണ്. അപ്പം അതായത് ഫില്ലിംഗ് ഫാസ്റ്റ് ആണ്. ഇതേ കണ്ടല്ലോ, ഓൾമോസ്റ്റ് ഫുള്ള് ഇവിടെ ഫില്ലിംഗ് ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 6:30ക്കുള്ള ഷോ നോക്കാം. ഇത് വൈകിട്ട് 6:30ക്കുള്ള ഷോ ആണ്. അപ്പം 6 ഷോ നോക്കി കണ്ടല്ലോ, ബാൽക്കണി മൊത്തം സോൾഡ് ഔട്ട് ആയി പോയി. എൻ്റെ മോനെ വേറെ ലെവൽ ബുക്കിംഗ് ആണ് കേട്ടോ. ഇതുണ്ടോ, ബാൽക്കണി ഫുള്ള് പോയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഫുള്ളായി കിടക്കുവാണ്. ഇത് ഏറ്റവും ഫ്രണ്ടിലത്തെ റോയിൽ ഇവിടെ മാത്രമാണ് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അതെന്തായാലും നാളെ വൈകിട്ട് 6:30ക്കാണ്. അപ്പോഴത്തേക്ക് അത് സോൾഡ് ആയി പോയിക്കോളും. ഓക്കെ, ഇനി രാത്രി 9:30 ഷോ നോക്കാം. 9:30 ഷോയുടെ അവസ്ഥ എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഇത് കണ്ടല്ലോ, ബാൽക്കണി ഓൾമോസ്റ്റ് ഫുള്ളാണ്. 1, 2, 3, 4, 5, 6 ടിക്കറ്റാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഇപ്പോൾ ഫുള്ളാവും. അത് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിലും കണ്ടല്ലോ, മൊത്തം ബുക്കായി പോയിട്ടുണ്ട്. ലാഗത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി അറിയാമല്ലോ എൻ്റെ മോനെ. അപ്പോൾ ഈ ഫ്രണ്ട് മാത്രമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഫുള്ളാവും കേട്ടോ. അപ്പോൾ ഈ സമയം ഉണ്ടല്ലോ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ രാഗം തിയേറ്ററിന്റെ ബുക്കിങ്ങിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ മോനെ വേറെ ലെവൽ ബുക്കിംഗ് ആണ്. ഹൗസ്ഫുൾ ഷോ ആണ്. ഇപ്പം ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൗസ്ഫുൾ ഷോ ആണ്. നാളെയും നല്ല ഗംഭീരമായ ബുക്കിംഗ് ആണ്. അപ്പൊ എന്തായാലും സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അതെല്ലാം ഹൗസ്ഫുൾ ഷോസ് ആയിട്ട് മാറും എന്നുള്ളതിന് ഒരു സംശയമില്ല. പിന്നെ ഇതുപോലെ നേരിന്റെ കൊടൂരം ബുക്കിംഗ്, ഹൗസ്ഫുൾ ഷോസ് ഒക്കെ ഉള്ള തിയേറ്ററിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. നമുക്ക് അതിന്റെ ബുക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ക്രിസ്മസ് ലാലേട്ടൻ അങ്ങ് കൊണ്ടുപോയേക്കാണ്. പിന്നെ മറക്കണ്ട, സലാറും തൊട്ട് പുറകെ പിടിക്കുന്നുണ്ട്. സലാറിന്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാം. 2023 ആദ്യ ദിനത്തെ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഡേ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് സലാറിനാണ്. 178 കോടി അത്രയും കണ്ടാണ് ഒരു ദിവസം സലാർ കളക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതൊരു വല്ലാത്ത ഫിഗർ തന്നെയാണ്. ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ 178 കോടി കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും നമ്മുടെ കേരളത്തിലെ കളക്ഷൻ മുഴുവൻ നേരാണ് കൊണ്ടുപോകുന്നുള്ള കാര്യം വ്യക്തമാണ് കേട്ടോ. അപ്പം തിയേറ്റർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ. അപ്പൊ അതുവരേക്കും ബൈ.